സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് ഈ പുറകിൽ കാണുന്ന ഈ ബിൽഡിംഗ് അസാപ്പിൻ്റെ ഓഫീസാണ്. ഇന്നൊരു വ്യത്യസ്തമായ ഒരു കണ്ടൻറ്റുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. വ്യത്യസ്തമായ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോൺസ്. എന്തിന് ഡ്രോൺസ്, എന്തുകൊണ്ട് ഡ്രോൺസ്, എവിടെ നിന്ന് ഡ്രോൺസ്. നമ്മളിപ്പോൾ ഒരുപാട് ഡ്രോണുകളെ കുറിച്ച് സംസാരിച്ചു, പലതരത്തിലുള്ള ഡ്രോൺ. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഡ്രോൺസിനെ കുറിച്ച് ഇതിൻ്റെ പ്രത്യേകതകൾ ഒന്ന്. ഈ ഡ്രോൺസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് ടൈപ്പ് സർട്ടിഫൈ ചെയ്ത ഡ്രോൺസാണ്. ടൈപ്പ് സർട്ടിഫൈഡ് ഡ്രോൺസാണ് ഇതിൽ കാണിച്ചിരിക്കുന്നതെല്ലാം. എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് പ്രകാരം ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യാൻ വേണ്ടി കേപ്പബിൾ ആക്കിയിട്ടുള്ള ഡ്രോൺസിനെയാണ് ഈ ടൈപ്പ് സർട്ടിഫൈഡ് ഡ്രോൺസ് എന്ന് പറയുക. ഇത്തരത്തിലുള്ള ഈ കാണുന്ന ഡ്രോൺസ് എല്ലാം ടൈപ്പ് സർട്ടിഫൈഡ് ആണ്. ഇത് മോഡൽ എയർക്രാഫ്റ്റ് ആണ്. ഈ മോഡൽ എയർക്രാഫ്റ്റിനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് UAN നമ്പർ ഇഷ്യൂ ചെയ്തത്. അതെ, വെഹിക്കിൾ വണ്ടിക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ ഡ്രോൺസിനുള്ള നമ്പറാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ, UAN നമ്പർ. ആ UAN നമ്പർ ഇഷ്യൂ ചെയ്യാത്ത ഡ്രോൺസ് അല്ലെങ്കിൽ ഇല്ലാത്ത ഡ്രോൺസ് ഒന്നും തന്നെ നമ്മൾ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പ്ലേറ്റിൽ മെൻഷൻഡ് ആണ്. നമുക്ക് മെറ്റൽ പ്ലേറ്റിൽ നമ്മൾ എൻഗ്രേവ് ചെയ്തിട്ട് മെൻഷൻ ചെയ്യണം, അത് നിർബന്ധമായിട്ടുള്ള. അപ്പോൾ എല്ലാ ഡ്രോൺസിലും അത് മെൻഷൻഡ് ആണ്. നമ്പർ പ്ലേറ്റ് പോലെ തന്നെ ഇതിൽ കറക്റ്റായിട്ട് മെൻഷൻഡ് ആയിരിക്കും എന്താണ് എന്നുള്ളത്. അതിൻ്റെ നമ്പർ ഉണ്ടാവും, ഇഷ്യൂ ചെയ്ത ഇത്, ആ ഡീറ്റെയിൽസ്. ഇതിൽ ഈ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് മനസ്സിലാവും? ഈവൻ ചെക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ RTOയിൽ നമ്മുടെ വണ്ടി നമ്പർ അടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ അറിയുന്നു, അതുപോലെ തന്നെയാണ് നമുക്ക് എങ്ങനെ ഇന്ത്യയിൽ ഏത് ഡ്രോൺ പറപ്പിക്കണമെങ്കിലും ഫ്ലൈ ചെയ്യണം, രജിസ്റ്റർ ചെയ്തിരിക്കണം, UAN നമ്പർ ഉണ്ടായിരിക്കണം. ഏത് ഡ്രോൺ ആയാലും, അതായത് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ് എന്നാണ് പറയുന്നത്. ആക്ച്വലി കൊമേഴ്ഷ്യൽ പർപ്പസിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തിങ്കിങ് ആണ് മനുഷ്യരിലേക്ക് എത്തിയിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും തിങ്കിങ് പ്രകാരം എന്താ, പൈസ കിട്ടുന്ന അല്ലെങ്കിൽ ഏണിങ്സ് ഉണ്ടാക്കുന്ന. ലീഗൽ വേർഡ്സ് പ്രകാരം കൊമേഴ്ഷ്യൽ പർപ്പസിന് വേറൊരു അർത്ഥമാണ്. ഈവൻ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ സാധാരണ ഒരു ചെറിയ ഡ്രോൺ ഉണ്ട്. ഈ ഡ്രോൺ ഉപയോഗിച്ചെടുത്ത ഫൂട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അപ്ഡേറ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, നമ്മൾ മറ്റുള്ളവരിലോട്ട് നമ്മളെക്കുറിച്ച് എത്തിക്കാനും നമ്മുടെ ഡീറ്റെയിൽസ് എത്തിക്കാനും വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് എന്ത് ചെയ്യുന്ന ഈ ഫേസ്ബുക്ക് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, മാധ്യമങ്ങൾ, യൂട്യൂബിലായാലും അപ്ഡേറ്റ്. ഇതിൽ നിന്നൊക്കെ കുറച്ച് ഇപ്പം അല്ലെങ്കിൽ പിന്നീട് ഏർണിങ്സ് വരാൻ തുടങ്ങും. ഈവൻ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം കൊമേഴ്ഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്കായാലും ഈവൻ കമൻ്റ് ആയാലും നമ്മളെക്കുറിച്ച് ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഏർണിങ്സ് ആയാലും എല്ലാം തന്നെ എന്താണ്, കൊമേഴ്ഷ്യൽ പർപ്പസ്. ആക്ച്വലി അപ്പോൾ അത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈ ഡ്രോൺ പറത്തിയിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതൊന്നും എടുത്തു വെക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മളിത് ചെയ്യുന്നു. ഈ നോൺ കൊമേഴ്ഷ്യൽ പർപ്പസിന് സർട്ടിഫിക്കേഷൻ വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട എന്ന് പറയുന്നുണ്ട്. അത് പർപ്പസുകളുണ്ട്. ഒന്ന് ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ടാക്കിയിട്ടുള്ള പർപ്പസ്, ഗവൺമെൻറ് അതിന് വേണ്ട. അതിനിപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ശരി നിങ്ങൾ ചെയ്തോളാം കൊണ്ട് സ്പെഷ്യൽ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. രണ്ടാമത് ചാരിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കുകൾ, ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റുഡൻസിന് R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അപ് ടു 30 meters വരയ്ക്ക് അവരുടെ പ്രെമിസിനുള്ളിൽ ഫ്ലൈ ചെയ്യാനുള്ള, യൂട്യൂബിൽ ഇടാനാണെച്ചാലും ഫേസ്ബുക്കിൽ ഇടാനാണെച്ചാലും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനാണെച്ചാലും ഏതെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് വേറെ ഏതെങ്കിലും മാധ്യമങ്ങളെടുത്ത് യൂട്ടിലൈസ് ചെയ്യുക, ഇതൊക്കെ കൊമേഴ്ഷ്യൽ ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. അതല്ലാതെ വരുന്ന ഗവൺമെൻറ് ഈ പറഞ്ഞ പോലെ തന്നെ ചാരിറ്റി, ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക്, അങ്ങനെയുള്ള സ്പെഷ്യൽ പർപ്പസുകൾക്ക് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കൺസിഡർ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ അണ്ടറിലാണ്. നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാധാരണക്കാരുടെയൊക്കെ ഒരു ചിന്താഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് യൂട്ടിലൈസേഷൻ ഉണ്ടോ, ഈ ഒരു ഡ്രോണിനുണ്ടോ. കാരണം കുട്ടികളൊക്കെ പഠിക്കണം എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വീട്ടുകാർ ചോദിക്കും ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം. ഇപ്പോൾ ഞങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിൾസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം ഇത് തന്നെയായിരുന്നു. ഡ്രോൺ സംബന്ധമായിട്ടുള്ള കോഴ്സ് പഠിക്കുന്നതിലൂടെ, അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്നതിലൂടെയുള്ള ഒരു പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ 1-2 സ്റ്റുഡൻസ് ഇപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാൻ പോകണം ഒമാനിലോട്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോൺ ബേസ് ചെയ്തിട്ടുള്ള വർക്കുകൾക്കാണ്. നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു +2 പാസ്സാവാത്ത ഒരാൾക്ക് എന്തായിരിക്കും സാലറി ഉണ്ടാവുക, ഒരു അപ്രോക്സിമേറ്റ് ഒരു ഇത് പ്രകാരം 20 രൂപ, അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി വേജസിന് പോകുന്നത് 30 മാക്സിമം. പക്ഷേ അവർക്ക് ഉണ്ടാവുന്ന ഒരു
വീട്ടിലെ സാഹചര്യം മൂലം പഠിക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളടുത്ത് വന്നിട്ട് ഈ കോഴ്സ് പഠിച്ചിട്ട് പോയി. കോഴ്സ് പഠിച്ചിട്ട് പോയ സമയത്ത് വളരെ ചുരുക്കം ടൈമിലാണല്ലോ സാറ് പഠിച്ചല്ലോ ആർക്കും വളരെ ചുരുക്കം ടൈമിൽ കൂടുതൽ കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഈ കോഴ്സിൻ്റെ ഓവറോൾ ഘടന എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു പ്ലസ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ, അതായത് അവർക്ക് ടെക്നോളജിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലൂടെ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓരോ ഫെയിലിയേഴ്സ് മറികടന്നിട്ട് വേണം വരാൻ. ഏതൊരു ടെക്നോളജിയിലോട്ട് വരുമ്പോഴും സ്റ്റാർട്ടേഴ്സിന് ഉണ്ടാകുന്ന അതേ ഫെയിലിയേഴ്സ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ഫെയിലിയേഴ്സ് നമ്മൾ എങ്ങനെ മാറ്റാം എന്നുള്ളത് ആണ് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്ത് ഓഡിയൻസിലോട്ട് കൊടുക്കുന്നത്. ഇതിലൂടെ കുട്ടികൾ പഠിക്കുന്നതിലൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം വാലിഡിറ്റി ഉള്ള DGC അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ, അതായത് എവറി 10 ഇയർ റിന്യൂ ചെയ്താൽ മതി. നമ്മുടെ സാധാരണ ലൈസൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെ സെയിം DGC, അതായത് പൈലറ്റ് ലൈസൻസ് കൊടുക്കുന്ന അതേ ഓർഗനൈസേഷന്റെ അണ്ടറിലാണ് വരുന്നത്. സിവിൽ ഏവിയേഷൻ്റെ അണ്ടറിലുള്ള ലൈസൻസ് ആണ്. ഇന്ത്യനെ അംഗീകരിക്കുന്ന പല രാജ്യങ്ങളിലും ഇന്ത്യയിൽ നിന്ന് എടുത്ത സർട്ടിഫിക്കേഷൻസ് അപ്രൂവ്ഡ് ആണ്. ഒമാനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എടുത്ത സർട്ടിഫിക്കേഷൻ വാലിഡ് ആണ്. UAE പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത സർട്ടിഫിക്കേഷൻ എടുത്തവർക്ക് ഒരു 2 or 3 days ക്ലാസ്സസ് ഉണ്ട്, ബേസിക് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പെർമിറ്റഡ് ആവും. ഇതെല്ലാം ചെയ്യുന്നത് കമ്പനീസാണ്, അവർ ഹയർ ചെയ്യുന്ന കമ്പനീസാണ്. വിസ പ്രോസസ് ചെയ്യുന്നതിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഹയർ ചെയ്യുന്ന കമ്പനീസാണ്. ഇന്ന് ലോകത്ത് എവിടെ പോയാലും ഡ്രോൺ പറക്കുന്നത് എല്ലാം ഒരുപോലെയാണ്. ഡ്രൈവിംഗിൽ മാത്രമാണ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഡ്രൈവേഴ്സിന് എന്താ ഒരു ഇഷ്യൂ കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്, റൈറ്റ് ഹാൻഡ് ഡ്രൈവ് എന്നുള്ള ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ലോകത്തെല്ലാവരുടെയും ഡ്രോൺ പറക്കുന്നത് എന്താ, ഒരുപോലെയാണ്, ഒരേ ടെക്നോളജിയാണ്.